ഗുഡ് മോർണിംഗ്. ഇത് 2025 ലാസ്റ്റ് ഡേ ആണ്. ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. ന്യൂ ഇയർ ഞാൻ എപ്പോഴും വീട്ടിൽ കാണലുണ്ട്. എന്നിട്ട് വിഷമം അറിയില്ല. പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. കാരണം കോളേജിൽ പോകുന്നത് പുതിയ സ്കിൻ കെയർ ആണ്. പുതിയതല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. സൺസ്ക്രീൻ റിവ്യൂ പറയാനായിട്ടുള്ള നിഗമനത്തിൽ എത്തിയിട്ടില്ല. മ്യൂസിൻ എസൻസ് പ്ലമിൻ്റെ നല്ലതാണ് ഡ്രൈ സ്കിന്നിന്. ഇപ്പോൾ എനിക്ക് ഡ്രൈ ആകുന്നുണ്ട് ഇവിടെ വന്ന ശേഷം. അതുകൊണ്ട് ഞാൻ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചതാണ്. അതിനുശേഷം നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കേക്ക് മുറിക്കുന്നുണ്ട്. അല്ല, നമ്മളൊരാൾ കൺസേൺ ചെയ്യുക, ക്ലാസ്സിൽ ജസ്റ്റ് ഒരാൾ ഒന്നോ രണ്ടാൾ വെജ് ഉണ്ടായിട്ട് പോലും നമ്മൾക്ക് വേണ്ടി ഒരാൾ വെജ് സെപ്പറേറ്റ് ആയി വാങ്ങുക, ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് തരുന്ന ഒന്നാണ്. ഇത് എന്നെ പൊക്കി പറയുന്നതാണ്, വേറെ ഒന്നുമല്ല. വെജ് കേക്ക് കൊണ്ടുവന്നുണ്ട്. ഇവിടെ ക്ലാസ്സിൽ എപ്പോഴും കേക്ക് മുറിച്ചില്ല, വെജിറ്റേറിയൻ കാര്യം കേക്ക് കഴിക്കില്ല. സോ എൻ്റെ അടുത്ത് കേക്ക് കൊണ്ടുവരണേ പ്ലം കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെജ് ഒപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആസ്ഥാന കേക്ക് കട്ടറാണ്. ഉച്ചയ്ക്ക് സെയിം ഫുഡ് തന്നെ കഴിച്ചു. എനിക്ക് ചോറ് അവിടുത്തെ അത്ര ഇഷ്ടമല്ല. ന്യൂ ഇയറിന് 12 ഗ്രേപ്സ് കഴിക്കുന്ന കഥ പറഞ്ഞ് എല്ലാവരും പഠിപ്പിക്കുകയാണ്. ഇത് അമൃത കൊണ്ടുവന്ന മാങ്ങ നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് നൊസ്റ്റാൾജിയിലോട്ട് പോകാമെന്ന് വെച്ചു. ചിപ്സ് അന്തന കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് പിന്നെ മാം അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു ബാക്കി കഴിക്കലൊക്കെ. ഇതിൻ്റെ ഇടയിൽ ഷാരോണ്ട് ഒരു കേക്ക് ഉണ്ടായിരുന്നു, പ്ലം കേക്ക്. അത് ഇൻസ് വെട്ടുന്നതിന് കാരണം മുറിക്കുന്നതിന് കാരണം അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേന്ന്. ഇത് അഖിലിൻ്റെ ഒരു പേജാണ്, ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക്. then നമ്മൾ സരിത ചേച്ചിയുടെ കാറിൽ ഹോസ്റ്റലിലോട്ട് പോയിട്ട് ഞാൻ കുളിച്ച് റെഡിയായിട്ട് നേരെ അപ്പുറത്തെ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് കഴിക്കാൻ പോകുന്നത്. തലേന്ന് എന്നോട് ഇത് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് എള്ള് നട്ട്സൊക്കെ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. കഴിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ജാടായിരുന്നു. എനിക്ക് വേണ്ടാന്നൊക്കെ മട്ടിൽ നിൽക്കുമായിരുന്നു. വരാം, പക്ഷേ എനിക്ക് വേണമെന്നില്ല എന്ന്. പക്ഷേ കഴിച്ച ശേഷം പിന്നെ അതുപോലെ ഓടിപ്പോയിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ശ്രുതിയാണ് എള്ളൊക്കെ പൊടിച്ചുകൊണ്ടുവന്നു. പിന്നെ അവല് ശർക്കരയൊക്കെ അമൃത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ച ശേഷം വീണ്ടും കഴിക്കലാണ് ബിരിയാണി. മെസ്സി എന്നുള്ളതാണ് ഇത്. ഞാനപ്പോൾ റെഡിയാനും കാരണം വേറെ ഒന്നുമില്ല, ബേക്കൽ ബീച്ച് പോകാമെന്ന് വെച്ചാൽ അമൃതയാണ് ഐഡിയ തന്നത്. അപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് എവിടെ ഇരുന്നിട്ട് ഒട്ടും പറ്റുന്നില്ല. കാരണം ഞാൻ ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. ലീവ് എടുത്തിട്ടായാലും എന്ത് പിണ്ണാക്കിയിട്ടായാലും. അപ്പോൾ എനിക്ക് ഇവിടെ ആയപ്പോഴുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ. ഇതിൻ്റെ ഇടയിൽ അവിടെ ഉറുമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മ്യൂസിക് ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർ കളിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട്. എനിക്ക് 5 പേര് ശ്രദ്ധിച്ചാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ഞാൻ ഒതുങ്ങിപ്പോകും അങ്ങോട്ട്. പിന്നെ ഇതിലോട്ട് കയറണമെന്ന് വന്ന മുതൽ ഞാൻ പറയുന്നുണ്ട്. ശ്രീദീപ് വന്നപ്പോഴത്തേക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ട് അമൃതയെ ഓക്കെ ആയിട്ട് കയറാന്ന് വെച്ച് കണ്ട് പേടിച്ച് നിൽക്കുന്നതാണ് രണ്ടും കൂടി. എനിക്ക് റൈഡിലൊന്നും ഒറ്റച്ച് കയറാൻ പറ്റത്തില്ല. എനിക്ക് ധൈര്യവും വിശ്വാസമുള്ള ഒരാൾ എന്നെ തൊട്ടടുത്ത് തന്നെ വേണം. സോ ഇവർ രണ്ടും ഉള്ളതുകൊണ്ട് നമ്മൾ കയറുന്നുണ്ട്. പേടിയില്ലാത്തൊരറ്റത്തും പേടിയുള്ള ഞാനും അമൃത നടുക്കുമായിട്ടിരുന്നു. അമൃതയെ പേടിയിട്ട് എനിക്ക് തന്നെ അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് തോന്നി. ഇപ്പോൾ അത്രയ്ക്ക് അവളെ ദൈവങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കളിയൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു. അവളെ നല്ല അമൃത പുതിയ ടാലൻറ്റ് കാണിക്കും. പുതിയതല്ല പഴയതാണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്നു. അവിടെ ഇരുന്നിട്ട് കാര്യം പറഞ്ഞ് ലാസ്റ്റ് എത്തുന്ന ടോപ്പിക് ഇതാ, മാരേജ്, ലവ്. പിന്നെ ഞാൻ ഇവിടെ കംഫർട്ടബിളാണ്. അവരൊരിക്കലും എന്നെ നിർബന്ധിച്ചിട്ടില്ല നീ മാരേജ് ചെയ്തേ പറ്റുമെന്ന്. ഞാൻ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കംഫർട്ടബിൾ. പൊതുവെ പലരും എന്താ മാരേജ് ചെയ്യാത്ത, ചെയ്തേ പറ്റും, ഇങ്ങനെ എന്നെ നിർബന്ധിക്കലുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് എല്ലാ ദേഷ്യം വരും. കാരണം ഞാൻ ഹാപ്പി ആകുന്ന പ്ലേസ് മാത്രമല്ല ഞാൻ ചൂസ് ചെയ്യേണ്ട. അമൃതയുടെ ഭാവി വരനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ പറയുക. അതിൻ്റെ ഡാൻസും കണ്ട് നമുക്ക് ന്യൂ ഇയറിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ പിന്നെ നേരെ ഹോസ്റ്റലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമൃതയെ പിന്നെയും വരുന്നതാണ് അവിടെ കിടന്ന്, വേറൊന്നുമില്ല. നേരെ ഹോസ്റ്റലിലെത്തി കുളിച്ച് റെഡിയായിട്ട് കിടന്നിറങ്ങുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ, ടാറ്റാ.